പറ, എന്തിനു വിളിച്ച? നീ പറഞ്ഞു, നീ എന്തിനും ഇങ്ങനെ ടെൻഷൻ അടിക്കുന്ന കാര്യം പറ. എത്ര ദിവസമായി? ഇല്ല, എത്ര മാസമായി തുടങ്ങിയിട്ട്? എൻ്റെ മോള് അങ്ങനെ പ്രേമിക്കാനൊക്കെ തുടങ്ങിയ. എന്താ പേര് ചെക്കൻ്റെ? നിഫാസ്. കുഴപ്പമില്ല, നമ്മുടെ ആൾക്കാർ തന്നെ. എന്നിട്ട് ഇത്ര വലിയ പേടിക്കാനും കാണിക്കാനിരിക്കണം. ഞാനെന്നിട്ട് ഇപ്പം പ്രേമിച്ചില്ല, കല്യാണം കഴിച്ച്. നീ ഇങ്ങനെ അപ്പുറത്ത് വീട്ടുകാർ നാട്ടുകാരെ അന്വേഷിക്കുന്നത്? നീ എന്നോടല്ലേ പറഞ്ഞേ? ഞാൻ ശരിയാക്കി തരാം. ഞാൻ പലയിടത്ത് പറഞ്ഞു, നമുക്കൊക്കെ അവനെ വീട്ടിൽ വിളിച്ച് സംസാരിച്ച് വേഗം തന്നെ നമുക്ക് കല്യാണത്തിൻ്റെ പരിപാടികൾ നോക്കാം. അല്ലെങ്കിൽ തന്നെ നിന്റെ കോളേജ് കഴിയാറായില്ലേ? ഞാൻ കല്യാണം കഴിച്ച് ഞങ്ങൾ അടിച്ച് പൊളിക്കുന്ന ലൈഫ് അല്ല പിന്നെ. എന്നാലും എൻ്റെ മോൾക്ക് പ്രേമുള്ള കാര്യം എനിക്ക് തന്നെ കണ്ടുപിടിക്കാൻ പറ്റില്ല. എന്നാലും നീ ഭയങ്കര തന്നെ എൻ്റെ എല്ലാം. എന്നാലും ഇപ്പം വരച്ചേട്ടാ, നമുക്ക് പഴത്തുനിന്ന് സംസാരിക്കാം. എന്ത് പറഞ്ഞു? നീ എന്തിനാ ബിബ് ബിബ് എന്ന് പറഞ്ഞ് വിൽക്കണത്? കാര്യം പറ. പ്രേമ, നിന്റെ കൊയ്യും കാലം ഞാൻ മുറിച്ചിടും. പ്രേമം ആരുടെ? ആരുടെ അവൻ? കോളേജിൽ പഠിക്കണ? ഓ, അവള് കോളേജിലേക്ക് ശൃംഗരിച്ച് പോകണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അവളൊരു എങ്ങുമില്ലാത്തൊരു മേക്കപ്പും ലിപ്സ്റ്റിക് വാരിപ്പൊത്തലും ഒരു നാണം മറഞ്ഞു നല്ല ഫോണിലും ഒക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അവളൊരു പ്രേമം. നിനക്ക് നിന്റെ പാപ്പ പറ്റി ഞാൻ പാപ്പടുത്ത് പറഞ്ഞു. ഞാൻ ഈ നാട്ടുകാരുടെ അടുത്ത് പറയുമ്പോഴേ ആൾക്കാർ അവനെ എന്തിട്ട് വിചാരിക്കാം. പിന്നെ എൻ്റെ മാനം കളയാനായിട്ട് ഇങ്ങനെ ഒരു സാധനം ഉണ്ടായിക്കണം. എന്തിനു ചെയ്യാം? ഞാനും നിന്റെ പാപ്പം പ്രേമിച്ച് തന്നെ കിട്ടിയത്. പക്ഷെ നിന്നെ അങ്ങനെ കിട്ടിയത് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഞങ്ങനെ അത് മതി. നീ എന്തൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. നീ കോളേജിലേക്ക് പോകണ്ടെന്ന് പറഞ്ഞാൽ പോകണ്ട. നിനക്ക് വേറെ ചെക്കനെ നോക്കാനായിട്ട് ഞാൻ പറയുന്നത് നിന്റെ പാപ്പാടെ അടുത്ത്. മതി നീ പഠിച്ചതൊക്കെ. അവളെ പ്രേമം അത് എന്ത് ധൈര്യത്തിൽ അവളെ എൻ്റെ അടുത്ത് തന്നെ വന്ന് പറയണം. നോക്കും പ്രേമിക്കണ കാര്യം ശരിയാക്കി തരാം. ഇവിടെ ചൂടിട്ട്